നല്ല ഒരു സസ്പെൻസ് ത്രില്ലർ ഒരുക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ഡിസ്ട്രാക്ഷനും ഡിസെപ്ഷനും. ഇത് രണ്ടും കൃത്യമായ അളവിൽ സമർത്ഥമായിട്ട് തിരക്കഥയിൽ ഉപയോഗിക്കുമ്പോഴാണ് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ത്രില്ലറുകൾ നമുക്ക് ലഭിക്കുന്നത്. സിജു വിൽസൺ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ത്രില്ലറായിട്ടുള്ള ഡോസ് ഇതിനു മുന്നേയും ചില സിനിമകളിൽ വന്നിട്ടുള്ള തരം ഒരു ഐഡിയ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. മറ്റൊരു നരേറ്റീവിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോയാൽ മാത്രമേ ഇതുപോലൊരു ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആവുമായിരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലതും കാണിക്കുന്നത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ അവസാനം വലിയ കാര്യത്തിൽ ട്വിസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ വലിയ സർപ്രൈസ് ഒന്നും കാര്യമായിട്ട് തോന്നുകയില്ല. പൾമനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രകാശാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. പുള്ളിയുടെ ഭാര്യ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗത്തിന്റെ ചികിത്സയിലാണ്. പ്രകാശ് ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിലുള്ള മറ്റൊരു ഡോക്ടറാണ് അരുന്ധതി. പ്രകാശും അരുന്ധതിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും വിവാഹത്തിലെത്തിയില്ല. അങ്ങനെ രണ്ടുപേരും അതിൽ നിന്നൊക്കെ മെല്ലെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിൽ ആ ഹോസ്പിറ്റലിലെ ചില രോഗികൾ ഒരേ രീതിയിൽ മരണപ്പെടാൻ തുടങ്ങുന്നു. ഡോക്ടർ പ്രകാശിന് ഇതിലൊരു സംശയം തോന്നുകയും അതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു അന്വേഷണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ അന്വേഷണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. മൈൽഡ് ആയിട്ടുള്ള സ്പോയിലറുകൾ ഇനി അങ്ങോട്ടുള്ള റിവ്യൂവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഭിലാഷ് ആർ നായർ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ ത്രില്ലറിന് ഒരുപാട് ത്രില്ലറുകൾ കണ്ടതിന്റെ ഒരു ഹാങ് ഓവർ നമുക്ക് കാണാൻ സാധിക്കും. പ്രേക്ഷകരൊന്നും അധികം ത്രില്ലർ കണ്ടിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടായി വന്നതുപോലെയുള്ള ഒരു ഫീലും ഈ പടം കാണുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ട്രാക്കാണ് ചിലതൊക്കെ എന്ന് അത് അവതരിപ്പിച്ചിട്ടുള്ള ലൗഡായിട്ടുള്ള രീതി കാണുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. അവസാനം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ തിരക്കഥയിലെ ഒരുപാട് ട്രാക്കുകൾ ഇതിന്റെ വേൾഡ് ബിൽഡിങ്ങിന് പോലും ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പ്രത്യേക കഥാപാത്രത്തിന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. ഒരു ആശയം എന്ന ലെവലിൽ നോക്കുമ്പോൾ മെഡിക്കൽ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയിൽ അത്തരമൊരു കഥാപാത്രം എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ്. പക്ഷേ ആ ഒരു ആശയത്തെ നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. പ്രധാന കഥാപാത്രമായിട്ടുള്ള ഡോക്ടർ പ്രകാശിനെ അവതരിപ്പിച്ചിട്ടുള്ളത് സിജു വിൽസൺ ആണ്. കാര്യമായിട്ട് പരീക്ഷണമൊന്നും ഇല്ലാത്ത ആ കഥാപാത്രത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്ന ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു സീനിൽ ഭാര്യയോട് വൈ എന്ന് അലറുന്ന ഒരു സീനിലൊക്കെ വോയിസ് മോഡുലേഷൻ സാമാന്യം മോശമാണ്. പടത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഏറെക്കുറെ അവഗണിക്കപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടറാണ് ദൃശ്യ രഘുനാഥിന് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അശ്വിൻ കുമാർ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന് നല്ല പ്രാധാന്യമുണ്ട്. പക്ഷെ മലയാളം ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടുള്ള പുള്ളിക്കാരന് എന്തിനാണ് ഇവർ ഇങ്ങനെ കടുകെട്ടി മലയാളമുള്ള ഡയലോഗുകൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷ് സംസാരിച്ചാലും കുഴപ്പമില്ലാത്ത ഡയലോഗുകളാണ് പുള്ളിയെ കൊണ്ട് മലയാളം ഇങ്ങനെ സ്ഫുടമായിട്ട് സംസാരിപ്പിക്കാൻ നോക്കുന്നത്. കോമഡി എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും വേറെ കഥാപാത്രങ്ങളെ കൊണ്ട് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇംഗ്ലീഷിൽ ഡയലോഗുകൾ പറയിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ പ്രകാശിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൃഷ കുറുപ്പാണ്. അവസാന ഭാഗങ്ങളിൽ ചില സീനുകളിൽ ഡയലോഗിലെ മെലോഡ്രാമ ക്യാരി ചെയ്യാൻ പുള്ളിക്കാരി ബുദ്ധിമുട്ടുന്നുണ്ട്. കഥയിലേക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ജഗദീഷിന് ഈ സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. ഈ പടത്തിൽ ഡോക്ടർ നിഖിൽ എന്നൊരു ജൂനിയർ ഡോക്ടർ കഥാപാത്രമുണ്ട്. ആ ക്യാരക്ടറിനെ എഴുതി വെച്ചിട്ടുള്ള ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം ഔട്ട്ഡേറ്റഡ് ആണ് ഈ സിനിമ എന്നത് മനസ്സിലാകും. ഈ ഡോക്ടർ നിഖിലിനെ ഒരു കോഴിയായിട്ട് അവതരിപ്പിക്കുന്ന ഭാഗമായിക്കോട്ടെ, അയാളിലൂടെ ചില ഷോക്കിംഗ് ട്വിസ്റ്റുകൾ കാണിക്കുന്നതായിക്കോട്ടെ, അതെല്ലാം വളരെയധികം ഉഴപ്പം മട്ടിൽ എഴുതിയിട്ടുള്ള എളുപ്പത്തിൽ ഊഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. ആ ക്യാരക്ടറുള്ള ഭാഗങ്ങൾ കോമഡിയും സർപ്രൈസും ഒക്കെ പ്രേക്ഷകന് കൊടുക്കുന്ന ഒന്നാണ് എന്ന് ഇത് ഉണ്ടാക്കിയവർ വിശ്വസിച്ചത് തന്നെ അവർക്ക് ഓഡിയൻസുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല എന്നതിന്റെ തെളിവാണ്. ഈ സിനിമയുടെ റിസർച്ചിന് വേണ്ടി പോയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ നാലാളെ അറിയിക്കാനുള്ള ഒരു വേദിയായിട്ട് തിരക്കഥാകൃത്ത് പല ഡയലോഗുകളെയും മാറ്റുന്നുണ്ട്. പിന്നെ എഴുതിവെച്ച ഡയലോഗ് വള്ളി പുള്ളി തെറ്റാതെ പറയുന്നത് പോലെയുള്ള രീതിയും സിനിമയെ ഒരു പ്പിക്കുന്ന അനുഭവമാക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രധാന കഥാപാത്രത്തിന്റെ മാനസിക ആരോഗ്യാവസ്ഥ വ്യക്തമായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഈ സിനിമയ്ക്ക് അത്യാവശ്യമുള്ള ഒന്നാണ്. നിർഭാഗ്യവശാൽ ബിൽഡപ്പിന്റെ പുറകെ പോകുന്ന ഈ സിനിമയ്ക്ക് അതിന് സാധിക്കുന്നില്ല. ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതം വളരെ ജനറിക് ആയിട്ടാണ് തോന്നിയത്. ഒരു കഥാപാത്രത്തിന്റെ ഒരു കണ്ടീഷനാണ് ഈ ഒരു സിനിമയുടെ ആകപ്പാടെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. മൊത്തം സിനിമ ആ ഒരു കണ്ടീഷനെ ചുറ്റിപ്പറ്റി അവർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കഥ പ്രഡിക്റ്റബിൾ ആണെങ്കിലും ട്രീറ്റ്മെന്റ് എൻഗേജിംഗ് ആവുമായിരുന്നു. നിർഭാഗ്യവശാൽ അഭിലാഷ് ആർ നായർ ഒരുപാട് മോണ്ടാഷ് പാട്ടുകളും ചിതറിക്കിടക്കുന്ന സബ് പ്ലോട്ടുകളും വെച്ചിട്ടുള്ള യൂഷ്വൽ പരിപാടിക്കാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സീനുകൾ അനാവശ്യമായിട്ട് കഥയിലേക്ക് ചേർത്ത് വെച്ചതുപോലെ തോന്നും. ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നിയതും ഇതിൽ ടൈറ്റിൽ വരുന്ന സ്ഥലവും സമയവുമാണ്. തിയേറ്ററിലിരുന്ന് സിനിമകളുടെ ടൈറ്റിൽ കാർഡ് ഫോട്ടോ എടുക്കുന്നവരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാൻ ആർക്കും പറ്റാത്തൊരു രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ടൈറ്റിൽ കാർഡ് ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്